യൂറിയുടെ ഒപ്പം ഇത്തവണ ഗംഗ്ചോരി കൂടി കൊട്ടാരത്തിലേക്ക് പോകുകയാണ്. അതായത് 8 അടി പ്രേതം കാരണമാണല്ലോ ബിബി ഇല്ലാതായത്. അതുകൊണ്ട് തന്നെ അതിനുള്ള പ്രതികാരം തീർക്കുവാനായിട്ട് 8 അടി പ്രേതത്തെ ഇല്ലാതാക്കണമെന്ന രീതിക്കാണ് ഗംഗ്ചോരിയും സംസാരിക്കുന്നത്. മുത്തശ്ശനെ നാട് കടത്തുവാനായിട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് മുത്തശ്ശന്റെ കുറച്ച് ആൾക്കാരൊക്കെ എത്തിയതിനു ശേഷം മുത്തശ്ശനെ രക്ഷിക്കുന്നു. ഇപ്പോൾ മുത്തശ്ശനും നേരെ കണ്ണു കാണാത്ത മന്ത്രവാദിയുടെ അടുത്തേക്ക് എത്തിയിട്ട് 8 അടി പ്രേതത്തെ കുറിച്ച് സംസാരിക്കുന്നു. ഇപ്പോഴുള്ള രാജാവിനെ 8 അടി പ്രേതത്തെ കൊണ്ട് കൊല്ലിക്കണമെന്ന് നിന്നോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ. നീ അത് ചെയ്യുവാനായിട്ട് ഒരുപാട് വൈകിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും കണ്ണു കാണാത്ത മന്ത്രവാദിയെ ഉപദ്രവിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ മന്ത്രവാദിയുടെ ശരീരത്തിൽ 8 അടി പ്രേതം പ്രത്യക്ഷപ്പെടുകയാണ്. മാത്രമല്ല, ഇത്രയും നാളും എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ കൂടെ കൂട്ടിയത്. ഇനി എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് സ്വന്തമായിട്ട് തന്നെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് 8 അടി പ്രേതവും മുത്തശ്ശനെ കൊല്ലുന്നു. ഗംഗ്ചോരി സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് ശ്രമിച്ച സമയത്താണ് താൻ ജനിച്ചിട്ടുണ്ടായിരുന്നെന്നും ആ ഒരു സമയത്ത് ഗംഗ്ചോരിയെ താൻ കണ്ടിട്ടുണ്ടായിരുന്നുവെന്നും എല്ലാം തന്നെ പ്രേതവും ഒരിക്കൽ ഗംഗ്ചോരിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രേതം ജനിച്ച സ്ഥലം യോങ്ടാം വില്ലേജ് ആണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഇപ്പോൾ ഗംഗ്ചോരിയും യൂറിയും രാജാവും കുറച്ച് ആൾക്കാരും കൂടി ചേർന്നിട്ട് അവിടേക്ക് എത്തുകയാണ്. എങ്ങനെയും ആ ഒരു പ്രേതത്തിന്റെ ഐഡന്റിറ്റി മനസ്സിലാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. സോ രാജാവും വോണിയുനെ ചെന്ന് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. ഇനി യൂറിയും ഗംഗ്ചോരിയും കൂടി ഒന്നിച്ച് നടന്നു വരുന്ന സമയത്ത് ഇൻസ്യോനെ കണ്ടില്ലല്ലോ എന്നൊക്കെ ഗംഗ്ചോരിയും പറയുന്നുണ്ട്. അതായത് വോണിയുന്റെ 100 വർഷം മുമ്പുള്ള പൂർവികരുടെ കാര്യങ്ങളൊക്കെയാണല്ലോ നമുക്ക് അറിയേണ്ടത്. അങ്ങനെ ഇരിക്കെ വോണിയുന്റെ കുടുംബത്തിലുള്ള ഒരാൾ നമ്മളെ സഹായിക്കുകയാണെങ്കിൽ കൂടുതൽ ഈസി ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് താനും ഇൻസോന്റെ കാര്യമൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ഗംഗ്ചോരി പറയുമ്പോഴത്തേക്കും അതിലെ നടന്നുപോയ ഒരാളുടെ അടുത്ത് യൂറിയും ഇൻസോണെ കുറിച്ച് അന്വേഷിക്കുന്നു. പക്ഷെ അവളെ അവിടെ ഒന്നും തന്നെ കണ്ടില്ല എന്ന രീതിക്കായിരുന്നു അയാളും മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി കിമ്മും പടയാളിയും കൂടി ചേർന്നിട്ട് 100 വർഷം മുമ്പ് എഴുതിയിട്ടുള്ള കുറച്ച് ബുക്കൊക്കെ റെഫർ ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരാളാകട്ടെ 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭയാർത്ഥിയായിട്ട് യുദ്ധത്തിന്റെ സമയത്ത് രാജാവ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാനും എന്റെ മുത്തശ്ശി വഴി അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് കിമ്മിനെയും അറിയിക്കുന്നു. പക്ഷെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ അയാൾക്കും അറിയുകയില്ലായിരുന്നു. രാജാവ് 100 വർഷങ്ങൾക്ക് മുമ്പ് വോണിയുടെ പൂർവികർ എഴുതിയിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട ബുക്കുകളൊക്കെ ആവശ്യമായിട്ടുണ്ട് എന്ന് വോണിയുടെ അടുത്തും സംസാരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇൻസോൺ അന്വേഷിച്ചു പോയതായിരുന്നു യൂറിയും. അങ്ങനെ ഇരിക്കെ യൂറിയും ഇൻസോന്റെ ശരീരത്തിൽ ഇപ്പോഴും ആ ഒരു ഒറ്റക്കാലൻ പ്രേതം കയറിയിട്ട് ഇൻസോൺ അതിലേം ഇതിലേമൊക്കെ ഓടി നടക്കുന്ന ആ ഒരു കാഴ്ചയും കാണുകയാണ്. ഇപ്പോൾ ഇൻസോണും ഓടി രാജാവിന്റെ അടുത്തേക്കായിട്ടും വരുന്നു. പടയാളികൾ ചേർന്ന് ഇൻസിയോണെ പിടിച്ചു വെക്കുന്ന സമയത്ത് പോലും ഇൻസിയോണും മോണിയോനെ അറ്റാക്ക് ചെയ്യുവാനായിട്ടായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും അവിടേക്ക് യൂറി കൂടി എത്തുന്നു. ഒരു ഒറ്റക്കലൻ പ്രേതം ഇപ്പോഴും പ്രതികാര ബുദ്ധിയോടുകൂടി തന്നെ നിങ്ങളുടെ പിന്നാലെ ഉണ്ട്. ആ ഒരു പ്രേതമാണ് ഇൻസിയോന്റെ ശരീരത്തിൽ ഇപ്പോൾ ഉള്ളതും. നിങ്ങൾ സത്യങ്ങൾ തുറന്നു പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് യൂറി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരും ഒരു കാര്യം പറയുകയാണ്. അതായത് ഇതിനു മുമ്പ് ഇൻസിയോൺ ഓക്കെ ആയിരുന്നല്ലോ, എങ്കിൽ പോലും ഒരു മന്ത്രവാദിയെ കൊണ്ട് ഈ ഒരു പ്രേതത്തെ ഇല്ലാതാക്കുവാനായിട്ട് വേണ്ട ചടങ്ങുകളൊക്കെ നടത്തുകയുണ്ടായി. പക്ഷെ അങ്ങനെ നടത്തിയ സമയത്ത് ആ ഒരു ചടങ്ങില് കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ സംഭവിച്ചത് കൊണ്ടായിരുന്നു ഇതുപോലെ വീണ്ടും പ്രേതം ഇൻസോന്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന രാജാവും എന്തായിരുന്നു ശരിക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്, ഈ പ്രേതം ആരാണ് എന്ന രീതിക്കെല്ലാം തന്നെ ഓണിയുടെ അടുത്തായിട്ടും ചോദിക്കുന്നു. 5 വർഷം മുമ്പ് ഒരു ബുക്ക് വിൽപ്പനക്കാരനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അയാളാകട്ടെ ഞങ്ങളുടെ കുറച്ച് പ്രധാനപ്പെട്ട ബുക്കുകളൊക്കെ മോഷ്ടിച്ചോണ്ട് പോയി. ഞാനും അത് കണ്ടെത്തി അയാൾക്കൊരു പണിഷ്മെന്റ് കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ ആ ഒരു സമയത്ത് ആക്സിഡന്റലായിട്ട് അയാളെ എനിക്ക് കൊല്ലേണ്ടതായിട്ട് വന്നു. ആ ഒരു കുറ്റബോധം കൊണ്ടായിരുന്നു പിന്നീട് ഞാനും എന്റെ ജോലിയെല്ലാം തന്നെ രാജിവെച്ച് പോന്നിട്ടുണ്ടായിരുന്നെന്ന് മോണിയും ഏറ്റുപറയുകയാണ്. കിം നേരത്തെ ഗംഗ്ചോരിക്ക് കഴിക്കുവാനായിട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഗംഗ്ചോരിയും അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് കിമും അവന്റെ അടുത്തായിട്ട് എത്തുന്നു. ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്റെ സഹോദരിക്ക് ഒരു അസുഖം വന്നു. ആ ഒരു സമയത്ത് മരുന്ന് മേടിക്കുവാനായിട്ട് പോലും ഞങ്ങൾക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് എന്റെ സഹോദരി മരണപ്പെട്ടു പോയത്. പിന്നീട് എനിക്ക് വീണ്ടും ഒരുപാട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആർക്കും ആ ഒരു അവസ്ഥ വരാതിരിക്കുവാനായിട്ടായിരുന്നു രാജാവിനെ സഹായിക്കുവാനായിട്ട് ഈ ഒരു ജോലി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഇപ്പോൾ കിമ്മും ഗംഗ്ചോരിനെ അറിയിക്കുകയാണ്. ഞങ്ങൾ മനുഷ്യരല്ലേ, ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർ മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആദ്യം ചില സമയത്ത് കുറ്റബോധം തോന്നും, ചിലപ്പോൾ പശ്ചാത്താപം തോന്നും. എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പിന്നീട് വീണ്ടും ലൈഫ് ജീവിക്കുകയല്ലേ നിവൃത്തിയുള്ളൂ. അവരെ മിസ് ചെയ്തിട്ട് ബാക്കിയുള്ള കാലവും ഞങ്ങൾ ജീവിച്ച് തീർക്കുമെന്നൊക്കെ കിമ്മും പറയുകയാണ്.
അതായത് കങ്ചോരിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ മരണപ്പെട്ടു പോയെന്നുള്ള കാര്യമെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ കിമ്മും ഇതുപോലെ അവനെ സമാധാനിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. യൂറിയും ഇപ്പോൾ കുറച്ച് മന്ത്രവാദവും മറ്റുമൊക്കെ ചെയ്തിട്ട് ഇൻസിയോന്റെ ശരീരത്തിലുണ്ടായിരുന്ന പ്രേതത്തെ പുറത്തേക്ക് എത്തിക്കുകയാണ്. പ്രേതവും യൂറി തന്നെ ശല്യം ചെയ്യുവാനായിട്ട് വീണ്ടും എത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് യൂറിനെ കൊല്ലുവാനായിട്ട് പോലും ശ്രമിക്കുമ്പോഴത്തേക്കും അവിടെ എത്തിയ ഗങ്ചോരിയും യൂറിനെ സഹായിക്കുന്നു. ഈ ഒരു സമയത്ത് പ്രേതത്തെ പിടികൂടുമ്പോഴത്തേക്കുമാണ് പ്രേതവും ഒരു കാര്യം ഗങ്ചോരിയുടെ അടുത്തായിട്ട് പറയുന്നത്. അല്ലെങ്കിലും ബോണിയുടെ മകളെ ശല്യം ചെയ്ത് അവളെ ഇല്ലാതാക്കുവാനായിട്ട് എനിക്ക് ഒരു രീതിക്ക് പ്ലാൻ ഇല്ല. മറിച്ച് ബോണിയും അവന്റെ മുൻ തലമുറയും ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരും അറിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒറ്റ ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ എനിക്ക് എന്റെ പ്രതികാരം പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കുമെന്ന് പ്രേതവും അറിയിക്കുന്നു. ഒരു മിലിറ്ററി ഓഫീസറിനെ കുറിച്ചുള്ള 100 വർഷം മുമ്പ് എഴുതിയ ഒരു ബുക്കാണ് അതേന്ന് പോലും പ്രേതവും ഗങ്ചോരിനെ അറിയിക്കുകയാണ്. അതായത് നമ്മുടെ റിയൽ ആയിട്ടുള്ള എട്ടടി പ്രേതത്തിന്റെ ഐഡന്റിറ്റി പറയുന്ന രീതിക്കുള്ള ഒരു ബുക്കാണ് അത്. സോ പ്രേതം ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രേതത്തെ യൂറിയും പിടികൂടിയിരിക്കുകയാണ്. വോണിയും പ്രേതത്തെ പിടിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രേതം മരിക്കുവാനായിട്ട് കാരണമായിട്ടുള്ള ആ ഒരു ബുക്ക് അത് പുറം ലോകം കാണണമെന്ന രീതിക്കാണ് അയാൾ ആഗ്രഹിക്കുന്നതെന്ന് യൂറിയും പറയുന്നു. ഈ ഒരു സമയത്ത് അവിടേക്ക് രാജാവ് കൂടി എത്തുന്നു. പ്രേതത്തെ ഞങ്ങൾ പിടികൂടുവാനായിട്ട് നോക്കിയ സമയത്ത് പ്രേതം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അയാളെ കൊന്ന സ്ഥലത്ത് തന്നെ ആയിരുന്നു അയാളെ ബുക്ക് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബുക്കിനെ കുറിച്ച് യൂറി വീണ്ടും വോണിയുടെ അടുത്തായിട്ടും ചോദിക്കുന്നു. അങ്ങനെ ഇരിക്കെ ശരിക്കും 5 വർഷം മുമ്പ് നടന്ന സംഭവം എന്താണെന്നെല്ലാം തന്നെ ഇപ്പോൾ കാണിക്കുകയാണ്. അതായത് മോണിയു അവന്റെ കയ്യിലുണ്ടായിരുന്ന ബുക്സ് എല്ലാം തന്നെ ഈ ഒരു ബുക്കൊക്കെ വിൽക്കുന്ന ആളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ബുക്കിന്റെ അകത്തായിരുന്നു 100 വർഷം മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്ന ദ ആന്തോളജി ഓഫ് ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ് എന്നൊരു ബുക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു ബുക്ക് ഈ ഒരു ബുക്ക് സെല്ലർ വായിച്ചു നോക്കുകയാണ്. അയാൾ അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് വോണിയുടെ റെപ്യൂട്ടേഷനെ പോലും ബാധിക്കുന്ന രീതിക്കുള്ള ഒരുപാട് രാജകീയമായിട്ടുള്ള സീക്രട്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബുക്കാണ് അതെന്ന സത്യം മനസ്സിലാക്കുന്നത്. കൂടാതെ രാജാവ് ഭരിച്ചിരുന്ന കാലത്തുള്ള ഒരു മിലിറ്ററി ഓഫീസറിന്റെ സ്റ്റോറി കൂടി ആ ഒരു ബുക്കിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബുക്ക് സെല്ലറും ബുക്കിനെ കുറിച്ച് കൂടുതലായിട്ട് വോണിയുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും ആ ബുക്ക് തിരികെ വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് വോണിയും അയാളെ കാണുവാനായിട്ട് എത്തുന്നു. പക്ഷെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന എമൗണ്ടിനേക്കാളും കൂടുതൽ എമൗണ്ട് വേണമെന്ന രീതിക്കാണ് ബുക്ക് സെല്ലറും ആവശ്യപ്പെടുന്നത്. കൂടാതെ താൻ ആവശ്യപ്പെട്ട പണം കിട്ടുകയാണെങ്കിൽ മാത്രം ബുക്ക് കൊടുത്താൽ മതിയെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന ബുക്ക് സെല്ലറും ആ ഒരു സ്ഥലത്ത് തന്നെ ബുക്കും ഒളിപ്പിച്ചു വെക്കുന്നു. പക്ഷെ പറഞ്ഞതിനേക്കാളും കൂടുതൽ എമൗണ്ട് ഒക്കെ ചോദിക്കുന്നത് കൊണ്ട് തന്നെ വോണിയോന് ഈ ഒരു ബുക്ക് സെല്ലറിന്റെ അടുത്ത് ഒരുപാട് ദേഷ്യം തോന്നുകയും അവർ തമ്മിൽ ചെറിയ രീതിക്കുള്ള ഒരു ഫൈറ്റ് ഒക്കെ നടക്കുകയും ആ ഒരു ഫൈറ്റില് ഈ ഒരു ബുക്ക് സെല്ലർ ഒരു റാക്കിന്റെ മുകളിലേക്കായിട്ട് വീഴുകയും പിന്നീട് അയാളുടെ ഒരു കാല് തന്നെ അതിന്റെ അകത്ത് ഞെരുങ്ങി പോവുകയും ചെയ്യുകയാണ്. എങ്കിൽ പോലും തന്റെ പൂർവികരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ പുറത്തറിയുകയാണെങ്കിൽ അത് എത്രത്തോളം നാണക്കേട് തനിക്ക് ഉണ്ടാക്കുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്ന ബോണിയും വളരെ കഷ്ടപ്പെട്ട് ആ ഒരു ആളെയും കൊന്നു കളയുന്നു. യൂറിയും അയാളുടെ അടുത്ത് പ്രേതത്തെ കൊന്ന അതേ സ്ഥലത്ത് തന്നെയാണ് പ്രേതവും ബുക്ക് ഒളിപ്പിച്ചു വെച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ ബുക്ക് സെല്ലർ മരണപ്പെട്ട അതേ സ്ഥലത്ത് വോണിയും ഇപ്പോൾ എത്തുകയാണ്. അവിടെ എത്തിയതിനു ശേഷം ആ ഒരു ബുക്കെല്ലാം തന്നെ കണ്ടെത്തി വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്ന വോണിയും ബുക്ക് കത്തിച്ച് കളയുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അവിടെ ഗങ്ചോരി എത്തുകയും ബുക്കിന് ഒരു കുഴപ്പവും ഇല്ലാത്ത രീതിക്ക് ആ ഒരു ബുക്ക് റിക്കവർ ചെയ്ത് എടുക്കുകയും ചെയ്യുകയാണ്. നമ്മൾ ഇത്രയും നാളും അന്വേഷിച്ചിട്ടുണ്ടായിരുന്ന എട്ടടി പ്രേതത്തെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ബുക്കിലാണ് ഉള്ളതെന്ന് പറഞ്ഞ് കങ്ചോരിയും ആ ബുക്ക് യൂറിനെ ഏൽപ്പിക്കുന്നു. രാജാവും നേരിട്ട് എന്നിട്ട് എട്ടടി പ്രേതത്തെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എട്ടടി പ്രേതത്തിന് രാജാവിന്റെ അടുത്ത് വളരെയധികം ദേഷ്യമാണുള്ളത്. ഇപ്പോൾ മന്ത്രവാദിയും എട്ടടി പ്രേതത്തിന് ആവശ്യമായിട്ടുള്ള രീതിക്ക് മന്ത്രവാദവും മറ്റും ചൊല്ലി കഴിയുമ്പോഴത്തേക്കും എട്ടടി പ്രേതത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന യൂൺകാപ്പിനെ അയാൾ പുറത്തേക്ക് എടുക്കുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.